ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ മലയാളി യുവാവിന് 27 മാസത്തെ ജയിൽവാസം. ഐൽ ഓഫ് വൈറ്റ് കോടതി ഒരാഴ്ച മുൻപ് നടത്തിയ വിധി പ്രസ്താവം പ്രാദേശിക മാധ്യമങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്തെങ്കിലും അധികം മലയാളികളില്ലാത്ത സ്ഥലം എന്ന നിലയിൽ കോടതി വാർത്ത ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാൻ കാലതാമസം ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വർഷങ്ങളായുള്ള പീഡനമാണ് മദ്യലഹരിയിൽ ഭർത്താവായ പ്രിൻസ് ഫ്രാൻസിസ് നടത്തിയിരുന്നതെന്ന് ഭാര്യ പോലീസിൽ മൊഴി നൽകിയിരുന്നു. മദ്യപിച്ചെത്തി വീട്ടുസാധനങ്ങൾ തകർക്കുന്ന അക്രമിയായാണ് ഇയാൾ പെരുമാറിയത്. ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലാൻ കാരണമാകും വിധമുള്ള ശാരീരിക അക്രമമാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നാണ് കോടതിയിലെത്തിയ വിവരം. കുഞ്ഞിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ നാട്ടുകാരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും കേസ് ഡയറി വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ ഉറ്റ ബന്ധുക്കൾ പലരും സമീപത്ത് തന്നെ താമസം ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും ഇയാളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നാണ് മറുനാടന് ലഭ്യമാകുന്ന വിവരം. നിരവധി സുഹൃത്തുക്കൾ മദ്യപാനത്തിനായി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രിൻസ് ജയിലിൽ ആയതോടെ അവരൊക്കെ ഇയാളെ അറിയില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരിൽ പലരോടും പ്രിൻസിന്റെ ഭാര്യ സഹായം തേടിയിരുന്നുവെങ്കിലും ആരും പ്രിൻസിനെ തടയാൻ തയ്യാറായിരുന്നില്ല എന്നതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ്. കോടതി ശിക്ഷ വിധിച്ചതോടെ ബ്രിട്ടീഷ് വംശജർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ വിവരം വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത്. ഇത്തരം പോസ്റ്റുകളിൽ അതിരൂക്ഷ ഭാഷയിലാണ് നാട്ടുകാർ ഇയാളുടെ പ്രവൃത്തിയെ അപലപിക്കുന്നത്. ഇത്തരക്കാർ മൂലമാണ് ബ്രിട്ടൻ അതിന്റെ പൊതുസ്വത്ത് ഇപ്പോൾ പാഴാക്കുന്നത് എന്നും ഇവരെയൊക്കെ ജയിലിലിട്ട് നന്നാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നതും തദ്ദേശവാസികൾ തന്നെയാണ്. ഇയാളുടെ ഉപദ്രവത്തിന് വിധേയായ സ്ത്രീയും സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തലുമായി എത്തിയതോടെ അവർക്ക് കൈയടിക്കുകയാണ് നാട്ടുകാരും. ഭാര്യയെ കഴുത്തു പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് പ്രിൻസ് ഫ്രാൻസിസ് ഇപ്പോൾ ജയിലിൽ എത്തിയിരിക്കുന്നത്. ഈസ്റ്റ് ബോണിൽ കഴിഞ്ഞിരുന്ന 40-കാരനായ പ്രിൻസിനെ ഈ മാസം 10-ാം തീയതിയാണ് ഐൽ ഓഫ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഭാര്യയെ മാനസികമായും ശാരീരികമായും അടിമയാക്കിയിരുന്നു എന്നും മനഃപൂർവ്വം അയൽവാസിയായ സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും ഇയാൾ കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. 2023 നവംബറിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കേസ്. മദ്യം കഴിച്ചാൽ ഭാര്യയെ ഉപദ്രവിക്കുക എന്നത് ഇയാളുടെ സ്ഥിരം സ്വഭാവം ആണെന്നാണ് കോടതിയിലെത്തിയ വെളിപ്പെടുത്തൽ. 4ാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷം പ്രസവ ശുശ്രൂഷയിൽ കഴിഞ്ഞ സമയത്ത് ഭാര്യയെ ചവിട്ടിയെന്ന പ്രോസിക്യൂട്ടർ നീൽ ടെഹ്റാമിന്റെ വാക്കുകൾ അവിശ്വസനീയതയോടെയാണ് കോടതി കേട്ടിരുന്നത്. ഭർത്താവിനെ ഭയത്തോടെ മാത്രം കണ്ടിരുന്ന നിസ്സഹായയായ ഭാര്യയായിരുന്നു ഇവരെന്ന് പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തി. ഇയാൾ ശാരീരിക ഉപദ്രവം നടത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന തരത്തിലാണ് പെരുമാറിയിരുന്നത്. കയ്യിൽ മുറിവേൽപ്പിക്കുക, കൈ പിടിച്ച് തിരിച്ച് വേദനിപ്പിക്കുക, ചവിട്ടി വീഴ്ത്തുക തുടങ്ങിയ ദേഹോപദ്രവങ്ങളൊക്കെ വർഷങ്ങളായി സഹിക്കുക എന്ന ദയനീയ സ്ഥിതിയിലായിരുന്നു ഭാര്യ. മർദ്ദനശേഷം പോലീസിനെ വിളിച്ചു വരുത്തിയത് പ്രിൻസ് തന്നെയായിരുന്നു എന്നും ട്വിസ്റ്റ് തന്നെയാണ്. ഭാര്യ തന്നെ ഉപദ്രവിച്ചു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് പ്രിൻസ് തന്നെയാണ് പ്രതിയാകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു. സഹികെട്ട ഭാര്യ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് മുൻകൂർ രക്ഷ മുന്നിൽ കണ്ട് പ്രിൻസ് തന്നെ പോലീസിനെ വിളിച്ചതായിരിക്കാം എന്ന് കരുതപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഇയാളുടെ മാരക ഉപദ്രവത്തിന് താൻ വിധേയയാവുകയായിരുന്നു എന്നാണ് ഭാര്യ പോലീസിന് നൽകിയ മൊഴി. ഇത് പരിഗണിച്ച് ജയിൽ മോചിതനായാലും അടുത്ത 10 വർഷത്തേക്ക് ഭാര്യയെ സമീപിക്കുന്നതിൽ നിന്ന് ഇയാളെ കോടതി വിലക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 8-ന് സഹികെട്ട ഭാര്യ പോലീസിനെ വിളിച്ചതിനെ തുടർന്നാണ് ഇയാൾ ഒടുവിൽ അറസ്റ്റിലാകുന്നത്. മദ്യപിച്ചെത്തിയ ഇയാളെ വീട്ടിൽ കയറ്റാതിരുന്നത് മറ്റൊരിക്കൽ പ്രകോപന കാരണമായതായും പോലീസ് രേഖകൾ പറയുന്നു. ഇതേ തുടർന്ന് അയൽവാസികളുടെ വീടുകളിലെത്തി വാതിക്കലിൽ മുട്ടി ഭാര്യയെ സമ്മർദ്ദത്തിലാക്കാനും പ്രിൻസിന് കഴിഞ്ഞിരുന്നു. ഇത്തരം സന്ദർഭത്തിലാണ് അയൽവാസിയായ സ്ത്രീയുടെ കഴുത്തിൽ ഞെക്കി ആക്രമിക്കാനും ഇയാൾ തയ്യാറായത്.